ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയുടെ വായിൽ പടക്കം വെച്ച് പൊട്ടിക്കണമെന്നാണ് ശാന്തി ആഗ്രഹിക്കുന്ന എല്ലാ ജനങ്ങളും കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം 5 വർഷത്തിന് ശേഷം പൊതുമധ്യത്തിൽ വന്നൊരു പ്രസംഗം കഴിഞ്ഞ ദിവസം നടത്തി. അത് വലിയ രീതിയിലാണ് ലോകം ചർച്ച ചെയ്തത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം തമാശയായിട്ട് മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുള്ളൂ എന്ന അഭിപ്രായങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉയരുകയുണ്ടായി. എന്തായാലും ഹമാസിനെതിരെ ഇറാനെതിരെ ശക്തമായ പോരാട്ടത്തിലേക്ക് നീങ്ങുക തന്നെയാണ് ഇസ്രായേൽ എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതിനവരെ കൂട്ടുപിടിക്കുന്നത്, അതിനവരെ സഹായിക്കാനായി എത്തുന്നത് ഗൾഫ് രാജ്യങ്ങൾ തന്നെയാണ്. സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ തുടങ്ങിയ ഇസ്ലാമിക രാജ്യങ്ങൾ, മുസ്ലിം രാജ്യങ്ങൾ ഒന്നടങ്കം ഇസ്രായേലിൻ്റെ കൂടെ അണിനിരന്ന് ഇറാനെ തകർക്കാൻ വേണ്ടി കൂടെ നിൽക്കുമെന്ന ഏറ്റവും സുപ്രധാനമായ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? ഇന്നലെ ഇപ്പോൾ പറഞ്ഞ പോലെ ഖമനേയി ആഹ്വാനം ചെയ്തത് എന്തായിരുന്നു അറിയാമോ? എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കണമെന്നാണ് പറഞ്ഞത്. അതിന് കിട്ടിയ ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ ഇന്ന് തന്നെ വരുന്ന ഈ റിപ്പോർട്ടുകൾ. സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ ഹിസ്ബുള്ളയുടെ കൂടെ നിൽക്കില്ല എന്നും ഇറാൻ്റെ ഒപ്പം നിൽക്കില്ല എന്നുള്ളതും അവരെല്ലാം ഇസ്രായേലിൻ്റെ പിന്നിൽ അണിനിരക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല ഹിസ്ബുള്ളയുടെ നേതാക്കന്മാർ ഏകദേശമുള്ള എല്ലാവരെയും ഇസ്രായേൽ വകവരുത്തി കഴിഞ്ഞു. നാളെ മറ്റന്നാൾ കഴിയുമ്പോൾ ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതിൻ്റെ വാർഷികമാവുകയാണ്. അപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കിയിരിക്കുകയാണ് 7-ാം തീയതി എന്ത് സംഭവിക്കുമെന്നുള്ളത്. അപ്പോൾ മാത്രമല്ല ഇപ്പോൾ ലോകം മുഴുവൻ ഒരു യുദ്ധത്തിന് സജ്ജരായി കഴിഞ്ഞു എന്ന് വേണം ഈ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ. അതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഏറ്റവും വൻ ശക്തികളെല്ലാം തന്നെ ഇറാനൊപ്പമല്ല, ഇസ്രായേലിനൊപ്പമാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ ഇനി എന്ത് തീരുമാനം എടുത്താലും അത് വളരെ ശ്രദ്ധയോടെ എടുത്തില്ല എങ്കിൽ അത് ഇറാൻ്റെ നാശത്തിലേക്ക് തന്നെ നയിക്കുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോൾ ആയത്തുള്ള അലി ഖമനേയി അദ്ദേഹം കഴിഞ്ഞ ദിവസം പള്ളിയിൽ വെച്ച് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്, 5 വർഷത്തിന് ശേഷമാണ് അവിടുത്തെ ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. അപ്പോൾ ഇറാൻ ജനത കൂടെ നിൽക്കും എന്നുള്ള ഒരു ധൈര്യത്തിലാണ് ആയത്തുള്ള ഇത്തരത്തിൽ ഒരു പ്രസംഗത്തിന് മുതിർന്നത്, ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ. പ്രത്യേകിച്ച് ഇവർ അയച്ച 200ഓളം മിസൈലുകൾ ഇസ്രായേലിൻ്റെ ഒരു ഭാഗത്ത് പോലും എത്തിയില്ല. ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത് ഭയം ഇവരുടെ മനസ്സിലുണ്ട്. മാത്രമല്ല ഖമനേയി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്ക പേപ്പട്ടിയാണെന്നും ഇസ്രായേൽ രക്തരക്ഷസാണെന്നുമാണ്. അപ്പോൾ രണ്ടുപേരെയും ഭയപ്പെടണം എന്നുള്ള ഒരു കാര്യം പരോക്ഷമായി അത് പറയാതെ പറയുന്നുണ്ട് ആയത്തുള്ള എന്നുള്ളതാണ്. എന്തായാലും ഇദ്ദേഹം ഒളിവിലായിരുന്നു. വൈദ്യുതി പോലും ഇല്ലാത്തടത്ത് മണ്ണെണ്ണ വിളക്കിൻ്റെ ഇതിൽ ഭൂഗർഭ അറയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ താമസം എന്നൊക്കെ ആയിരുന്നു. ബംഗറിലായിരുന്നു ഇദ്ദേഹത്തിന്റെ താമസം എന്നൊക്കെ ആയിരുന്നു. നമ്മൾ ഇറങ്ങി വന്ന ഒരു പള്ളിയിൽ വന്ന് ഈ പ്രസംഗം നടത്തിയതിന് സമ്മതിക്കണം. അതെ, ഭയമില്ലാതെ ഇസ്രായേൽ ഏത് സമയത്താണ് ഇദ്ദേഹത്തെ പിന്നെ ആക്രമിക്കാന്നറിയില്ല. പിന്നെ മറ്റൊരു കാര്യം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രാജ്യത്തിന്റെ പിന്നെ പരമോന്നത അധികാരിയാണ്, ഒരു മത ആചാര്യനാണ്. അപ്പൊ മത നേതാവിനെ കൊല്ലുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ ആക്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഏത് രീതിയിലേക്ക് പോകും എന്നുള്ളത് ഇസ്രായേലിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആയത്തുള്ള ഖമേനിയെ ഒരുപക്ഷെ ഇപ്പോൾ ഹിസ്ബുള്ള തലവന്മാരെയും അതിലെ നേതാക്കളെയും ഒക്കെ കൊല്ലുന്നത് പോലെ അത്ര എളുപ്പത്തിൽ കൊല്ലാൻ ഇസ്രായേലിന് സാധിക്കില്ല. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ആചാര്യന്റെ, ഈ പരമോന്നത നേതാവിനോടൊപ്പം നിൽക്കുന്ന നിരവധി ജനങ്ങളുണ്ട്. ഇവരെല്ലാം കൂടി ഇസ്രായേലിനെതിരെ തിരിയുമോ എന്നുള്ളൊരു ഭയം എത്ര വന്നാലും ഇസ്രായേലിന്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ ആയത്തുള്ളയെ നേരിടണം എന്നുള്ളതാണ് ഇപ്പോൾ വളരെ തന്ത്രപൂർവമായിട്ട് മാത്രമേ ഇസ്രായേൽ അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മാത്രമല്ല ഇപ്പോൾ അമേരിക്കയിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഒരു സ്ഥാനാർത്ഥി ട്രംപാണ്. ഇപ്പോൾ ട്രംപ് തന്നെ പറയുന്നുണ്ട് ആദ്യം ആക്രമിക്കേണ്ടത് ഇറാന്റെ ആണവായുധങ്ങളാണ്, ആണവായുധ കേന്ദ്രങ്ങളാണ് ആദ്യം ആക്രമിക്കേണ്ടത്. അതായത് അമേരിക്ക കൃത്യമായി ഇസ്രായേലിനൊപ്പമാണ്, അവരുടെ ലോകത്തെ വമ്പൻ ശക്തിയാണ്. അവരുടെ ആയുധങ്ങളെല്ലാം ഇസ്രായേലിന് കൊടുത്തുകൊണ്ട് ഇസ്രായേലിനോടൊപ്പം അവരുടെ യുദ്ധവിമാനങ്ങൾ, അവരുടെ യുദ്ധക്കപ്പലുകൾ, അന്തർവാഹിനികൾ, അവരുടെ ഏതൊക്കെ തരത്തിൽ അവർക്ക് പ്രതിരോധിക്കാനുള്ള സാധനങ്ങൾ വേണമോ, സജ്ജീകരണങ്ങൾ ഒരുക്കണമോ അതെല്ലാം. മാത്രമല്ല 43,000 പട്ടാളക്കാരെയും അമേരിക്ക ഇസ്രായേലിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലുമുള്ള ഒരു സൈനിക വിന്യാസം ഇസ്രായേൽ നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കണ്ടതുപോലെ ഓരോരുത്തരെ കൊന്നുകൊണ്ടിരിക്കുന്നു ഇസ്രായേൽ. അപ്പോൾ ഇനി ഇപ്പോൾ മാത്രമല്ല ഇറാന്റെ ജനതയോട് ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ എനിക്ക് കൊല്ലണമെന്നോ ഉപദ്രവിക്കണമെന്നോ ആഗ്രഹമില്ല, നിങ്ങളെ രക്ഷിക്കും, പക്ഷേ
തീവ്രവാദികളെ വച്ചു പൊറപ്പിക്കില്ല എന്ന് പറയുമ്പോൾ ഇറാനെ തീർത്തുകൊണ്ട് ഇറാനെ കൂടി ഇസ്രായേലിന്റെ ഭാഗമാക്കിക്കൊണ്ട് അവിടുത്തെ ജനങ്ങളെയും കൂടെ സംരക്ഷിക്കും. പക്ഷേ തലപ്പത്ത് ഈ തീവ്രവാദികളെ വളർത്തുന്ന ശക്തികളെ ഞങ്ങൾ വച്ചേക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഗൗതം തുടക്കത്തിൽ പറഞ്ഞതുപോലെ മുസ്ലിം രാജ്യങ്ങളൊക്കെ എതിരായി, സൗദിയും ഖത്തറും ബഹ്റൈനും കുവൈറ്റും ഒക്കെ എതിരായാണ് ഇപ്പോൾ ഇറാനെതിരെ. വെച്ചാൽ ഞങ്ങളാരും നിങ്ങളോടൊപ്പം ഇല്ല. തീവ്രവാദികളെ വളർത്തുന്ന സൗദിയൊക്കെ നേരത്തെ എടുത്ത നിലപാടാണ് തീവ്രവാദ ശക്തികളെ വളർത്തുന്ന ഒരു രാജ്യവുമായി, ഇടയ്ക്ക് പാകിസ്ഥാനുമായി ഒക്കെയുള്ള ബന്ധം സൗദി ഉപേക്ഷിച്ചു. ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരു യുദ്ധത്തിന് വരികയാണെങ്കിൽ ഈ രാജ്യങ്ങളെല്ലാം ഇസ്രായേലിനൊപ്പം അണിനിരക്കും, ഉറപ്പാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത്. സൗദി അറേബ്യയും കുവൈറ്റും ബഹ്റിനും ഖത്തറും ഇറാനെതിരെയുള്ള പോരാട്ടത്തിൽ ഇസ്രായേലിന് പിന്നിൽ അണിനിരക്കുമെന്ന് തന്നെയാണ്. അവരെല്ലാം ഒരു യുദ്ധ സന്നാഹം ഒരുക്കി വെയിറ്റ് ചെയ്യുക. അവരുടെ ഊഴം വരുമ്പോൾ അവർ എന്തായാലും കൊടുക്കും. പിന്നെ അമേരിക്കയുടെ ഫുൾ സപ്പോർട്ടും ഇസ്രായേലിനുണ്ട്. അതെ, ട്രംപ് പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു 7-ാം തീയതിത്തേക്കുള്ള തന്ത്രങ്ങൾ ഇസ്രായേൽ മെനഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. 7-ാം തീയതി പുലർച്ചെ അല്ലെങ്കിൽ 7-ാം തീയതി നേരം വെളുക്കുന്നത് പുലർന്ന് നമ്മൾ കാണുന്നത് ഇറാന്റെ പതനമായിരിക്കും എന്നുള്ളതാണ്. ഉള്ളൊരു ശാന്തത പോലെയാണ്. അതെ, തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അവിടെ ജനങ്ങളെ സംരക്ഷിക്കും, അത് ഉറപ്പാണ്. അത് ഏത് തരത്തിലും ഇസ്രായേൽ സംരക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയപ്പെട. പക്ഷേ പേജർ ആക്രമണങ്ങൾ കൊണ്ട് തന്നെ നമുക്കത് വ്യക്തമാണ്. ഇസ്രായേൽ ജനങ്ങൾക്ക് നാശം വരാത്ത രീതിയിൽ തന്നെയായിരിക്കും ഈ ഹിസ്ബുള്ളയെയും ഹമാസിനെയും തീർച്ചയായിട്ടും തീവ്രവാദത്തെ മാത്രം ജനങ്ങളെ മുഴുവൻ എന്തെങ്കിലും ഒരു പദ്ധതിക്ക് ഇസ്രായേൽ നീങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ഇസ്രായേലിന്റെ പദ്ധതികൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നേരത്തെ പ്രതി ചേച്ചി പറഞ്ഞതുപോലെ തന്നെ പേജർ ആക്രമണം, ഓക്കി ടോക്കി ആക്രമണം, അവരുടെ പല നേതാക്കളെയും കൊന്നത്, ഒരു രാജ്യത്തിന്റെ മത ആചാര്യൻ തന്നെ ഒളിവിൽ പോകണമെങ്കിൽ എന്തുമാത്രം ഭയമായിരിക്കണം ആ രാജ്യത്തോട്, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തോട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ തീർച്ചയായിട്ടും 7-ാം തീയതി ഇറാനെ തീർക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കണം ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത്. അത് ഇറാനെ തീർക്കുക എന്നതിനപ്പുറം തീവ്രവാദ ശക്തികളെ ഒന്നടങ്കം തീർക്കുക, ജൂതന്മാർക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാനുള്ള ഒരു അന്തരീക്ഷം, ഒപ്പം ഇറാനിലുള്ള ജനങ്ങളെയും സംരക്ഷിക്കുക. ഇപ്പൊ ഗാസ ഏകദേശം ഇസ്രായേലിന്റെ ഭാഗത്തേക്കായി, ലെബനനും ഏകദേശം ഇസ്രായേൽ, ഇപ്പൊ യമനിലുള്ള ഹൂത്തികളാണ് കൂടുതൽ. ഓരോ ഹൂത്തികളുടെ തലവന്മാരെയും തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതൊക്കെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ സംരക്ഷിക്കും, അതിലൊരു സംശയവും വേണ്ട. പക്ഷെ ഇനി ആരൊക്കെ എവിടെ കിടന്ന് എന്തൊക്കെ ഇസ്രായേലിനെതിരെ ഘോരമായി ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉന്നയിച്ചാലും ഇസ്രായേൽ ഇറാനിലെ ജനങ്ങളെയും ഇസ്രായേലിലെ ജനങ്ങളെയും ഗാസയിലെ സാധാരണക്കാരെ, ലെബനിലെ ജനങ്ങളെയും യമനിലെ സാധാരണക്കാരെ ജനങ്ങളെ ഇസ്രായേൽ സംരക്ഷിക്കും, ഉറപ്പാണ്. അതിന്റെ ഒരു മനോഹരമായ വാർത്ത കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു, നമ്മളത് ചെയ്യുകയും ചെയ്താണ്. ഫൗസിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ, 11 വയസ്സുള്ള പെൺകുട്ടിയെ 2014 തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടിയെ ഇസ്രായേൽ മോചിപ്പിച്ചു, രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് മനോഹരമായിട്ടുള്ള വാർത്ത. അപ്പം ശരിയാണ്, ഇസ്രായേൽ എന്തായാലും ജനങ്ങളെ സംരക്ഷിക്കാതെ ഒരു യുദ്ധത്തിന്, ഒരു വല്ലാത്ത ആക്രമണത്തിലേക്ക് നീങ്ങില്ല എന്ന കാര്യം നമുക്ക് നേരത്തെ തന്നെ വ്യക്തമാണ്. അത് തന്നെയായിരിക്കും ഇനി വരും ദിവസങ്ങളിലും ഇസ്രായേൽ ചെയ്യാൻ പോകുന്ന കാര്യം എന്നാണ് മനസ്സിലാവും. പിന്നെ ഈ ലെബനനിൽ നിന്നും ഈ തുരങ്കങ്ങൾ വഴിയാണ് ഈ ഹിസ്ബുള്ള ആക്രമണങ്ങൾ, അവരുടെ സൗകര്യങ്ങളെല്ലാം ചെയ്യുന്ന ഈ തുരങ്കങ്ങൾ വഴിയാണ്. അത് ഇസ്രായേൽ വഴി നീളുന്ന തരത്തിലുള്ള തുരങ്കങ്ങൾ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇസ്രായേലിന് ഈ തുരങ്കങ്ങളിൽ കൂടെ ആക്രമണം മുന്നേറാനുള്ള കഴിവ് ഇസ്രായേലിനുണ്ട് എന്ന് കഴിഞ്ഞ ആ ഒരു ആക്രമണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായതാണ്. അതെ, അതിലും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇറാൻ ഈ ആക്രമണങ്ങളൊക്കെ ഇപ്പൊ ലെബനിലെ ഹമാസ്, ഹിസ്ബുള്ള അല്ലെങ്കിൽ ഹമാസ് ഇവരെ 2023 ഒക്ടോബർ 7-ാം തീയതി ആക്രമിക്കുന്നതിന് മുന്നേ തന്നെ ഇസ്രായേലിലെ പല ചാരന്മാരും ഇറാനുള്ളിലേക്ക് നുഴഞ്ഞു കയറി എന്നുള്ളതാണ്. അതൊന്നും മനസ്സിലാക്കാൻ സെക്യൂരിറ്റി സർവീസിന്റെ തലവൻ മൊസാദിന്റെ ചാരനായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇസ്രായേൽ നേരത്തെ തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഈ മതങ്ങളെ എപ്പോഴും ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക, അത് ജനങ്ങളുടെ മേൽ അടിച്ചമർത്തുക, അവരെ സ്ത്രീകളെ, പുരുഷന്മാരെയും കൊച്ചുകുട്ടികളെയും ദ്രോഹിക്കുക, ഇതിനപ്പുറം അവർക്ക് മറ്റു കാര്യങ്ങളിലൊന്നും ചിന്തയോ മറ്റ് തന്ത്രപരമായ കാര്യങ്ങൾ എടുക്കാനുള്ള ബുദ്ധിയൊന്നും ഇറാനില്ല. പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ സമാധാനം, അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ ജീവിതം സുരക്ഷിതമാക്കുക, ഇതാണ് ഇസ്രായേലിന്റെ രീതി എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും അവരത് മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ ഒക്ടോബർ 7-ാം തീയതി ലോകം പുലരുന്നത് ഇറാന്റെ പതനം കണ്ടുകൊണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം ഇസ്രായേൽ അതിന്റെ തന്ത്രങ്ങൾ മെനഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ അമേരിക്കയ്ക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത തന്ത്രങ്ങളായിരിക്കും ഇസ്രായേൽ മെനഞ്ഞത് എന്ന് നമുക്ക് തീർത്ത് പറയാൻ സാധിക്കും. ഇറാന്റെ പതനത്തിന് കൂടെ മുസ്ലിം രാജ്യങ്ങളും ഉണ്ടാകും. അതെ, തീർച്ചയായിട്ടും.